ഹായ്, എസ് വി അരുളാണ്. ഒരു സത്യം കേട്ട് ഇന്നലെ എൻ്റെ കിളി പോയി എന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾ കൂടി അത് കേൾക്കണം. പല ആൾക്കാർ ഈ സംസാരിക്കുമ്പോൾ സത്യം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സത്യം ചെയ്യുന്നുണ്ടോ അപ്പ വിചാരിച്ചോളണം ഈ കല്ലുവച്ച നുണ പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ സത്യം ചെയ്യുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മുന്നിൽ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന വ്യക്തിയാണെന്ന് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടാണ്. ഇനി എന്ത് സത്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെ കണ്ടവൻ ഒരു ഗർഭചിത്രം നടത്തി, അല്ലെങ്കിൽ കണ്ടവൻ പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തിയതിന് ഒരുത്തൻ വായിട്ടടച്ച് ജയിലിൽ പോയി കിടന്നത് നിങ്ങൾ കാണുമല്ലോ. അതായത് നമ്മുടെ നാട്ടിൽ ചില എക്സിക്യൂട്ടീവ് കൊമേഡിയന്മാരുണ്ട്. അതായത് വേഷഭൂഷാദികളും കാഴ്ചയിലൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും വലിയ എന്തോ ആളാണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ നാട്ടിലെ ഒരു പൊതു കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. ഈ നോട്ടം കാഴ്ചയിൽ വെച്ചാണല്ലോ ആൾക്കാരെ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന കെടുതി ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വന്നതിന് ശേഷം ഒരു സത്യം ചെയ്തു. സത്യം പറഞ്ഞ അത് കേട്ട ഉടനെ എൻ്റെ കിളി പോയെന്ന് പറയേണ്ടി വരികയാണ്. അതായത് മഹാത്മാഗാന്ധിയാണ് സത്യം അത്രേ. ജീവിതത്തിൽ അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം, മക്കളാണ് സത്യം എന്നൊക്കെ പറയണ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി, അതായത് ഈ മഹാത്മാഗാന്ധി ആരാണ്? അച്ഛനാണ്, അമ്മയാണ്, അല്ലെ തന്ത്രിയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയണം. എൻ്റെ തന്ത്രി അച്ഛനാണ് സത്യം എന്നല്ല, മഹാത്മാഗാന്ധിയാണ് സത്യം എന്ന് പറഞ്ഞ ആ വാചകം നിങ്ങളൊന്ന് കേട്ടെ. ഞാൻ ആണയിട്ട് പറയുകയാണ്, 100% സത്യമാണ്. സ്വാമി അയ്യപ്പനാണ്, മഹാത്മാഗാന്ധിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യാഗും യുഗും. അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്. കേട്ടില്ലേ? ഞാൻ പറയണത് മുഴുവൻ സത്യമാണ്. മഹാത്മാഗാന്ധിയാണ് സത്യം. മഹാത്മാഗാന്ധിയുടെ ഞാൻ പറയണ ഈ നമ്മുടെ ഈ സത്യത്തെ സംബന്ധിച്ചൊരു വിശ്വാസമുണ്ട്. പറയുന്ന കള്ളമാണെങ്കിൽ അവർക്ക് ദോഷം ബാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒന്നും ബാധിക്കില്ല. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്കുറപ്പുണ്ട്, അതിൽ നുണ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൻ്റെ പിൻബലമേ പറ്റേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ഇതാണ്. അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചാൽ മതി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾ പടപടപടപടാ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. അയാളുടെ ആ കള്ളത്തെ എങ്ങനെയും നിങ്ങളുടെ ഉള്ളിലേക്ക് പതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ലോകത്തുള്ള ആരെ പിടിച്ചു വേണം, മക്കളല്ല, ആരെ പിടിച്ചു വേണം. കാര്യം ആ സത്യം കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരാളുടെ പേര് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് മറ്റൊരാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു വിവരക്കേട് നമ്മളെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ ഈ പൊട്ടത്തരം ചെയ്തിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ തല പൊട്ടിത്തെറിയോ? മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പില്ല. സാധാരണഗതിയിൽ ഈ തലയെ തൊട്ടൊക്കെ സത്യം ചെയ്ത് കഴിഞ്ഞാൽ നീ അത് തിരുത്തി കഴിഞ്ഞാൽ ഈ തല പൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ നടക്കുമെന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ഭീതി നമ്മുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. മിഥുനം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ. അതിൽ ഈ ജഗതി ഇപ്പം തേങ്ങ ഉടക്കി എന്ന് പറഞ്ഞിട്ട് അവസാനം തേങ്ങ ഉടയ്ക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ സീനിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അതെന്താണോ തല പൊട്ടിത്തെറിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് മന്ത്രവാദി ചോദിക്കും പോലെ, തൻ്റെ അടുത്ത് ആരാ ഉടയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ ഉടച്ചാലേ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ സാധനം. ആ തേങ്ങയെന്ന് ഉടച്ചു എന്ന് പറഞ്ഞിട്ട് ആരുടെയും തലയെന്ന് പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഉള്ളിൽ ആശങ്കയായിട്ട് ഇവർ നിറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ തന്ത്രിയാണ് സത്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഹ്മണരെ കൂട്ടവൻ സത്യം ചെയ്യാതെ അവൻ മഹാത്മാഗാന്ധിയെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈ രാജ്യത്തിൻ്റെ പരമോന്നതരായിട്ടുള്ള വ്യക്തിയെ പിടിച്ച് സത്യം ചെയ്ത് ആൾക്കാരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കപടൻ്റെ തന്ത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. വിദഗ്ധമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിച്ച് താൻ പറയുന്ന കാര്യത്തെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വൈഭവത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നോർമലി കരുതുക ഇതെന്താ ഇതിലൊരു പ്രത്യേകത എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലർ നമ്മുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി ഇതാണ് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് മാത്രമാണ് മനസ്സിലാക്കാനുള്ളത്. അതിനൊരു ഉദാഹരണമാണ് രാഹുൽ ഈശ്വർ ഇന്നലെ കാണിച്ച ആ പ്രവർത്തനമെന്ന് പറയാം.